അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ല. നമ്മുടെ മൊബൈലിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന മൊബൈലിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ അതിനകത്ത് പ്രതികരിക്കാൻ നമുക്കും ബാധ്യസ്ഥരാണ്. സോഷ്യൽ മീഡിയ ആരുടെയും കുത്തകയൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു മേയറുണ്ട്. മേയറിൻ്റെ ഭർത്താവ് ബസ് കടഞ്ഞ് അത് കുന്തം കുടച്ചക്കട ഒരു ഡ്രൈവർ, അതിൻ്റെ പുറകെ ഒത്തിരി മാപ്രകൾ എന്ന് പറഞ്ഞാൽ തെണ്ടികൾക്ക് എതിരെയാണ് എൻ്റെ ഈ വീഡിയോ കേട്ടോ. മാപ്രകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മമാരുടെ കാലമാണ്. ഏതിനും കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. ഏത്തപ്പഴം കണക്ക് ഒരു സാമാനം തെള്ളിപ്പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിനകത്ത് റീച്ച് ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിനകത്ത് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയോടെ നടക്കുന്ന മാപ്രകൾ എന്ന് പറയുന്ന തെണ്ടികൾക്ക് എതിരാണ് എൻ്റെ വീഡിയോ കേട്ടോ. ഇമാർ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ കോടതിയിൽ വന്ന കേസാണ്. അത് കോടതി തീരുമാനിക്കും. അതിന് ഒത്തിരി ആൾക്കാരുണ്ട്, അവർ തീരുമാനിക്കും. മെമ്മറി കാർഡ് കണ്ടില്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ മാപ്രകൾ എന്ന തെണ്ടികൾക്ക് വേറെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചിനെ ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്നത് ഇമാർ കാണുന്നില്ലേ? എന്താ ഇമാർ എൻ്റെ പുറകെ പോകാത്തത്? പുറകെ പോകാത്തതിൻ്റെ കാര്യം എന്നത്. അപ്പോൾ പോലീസുകാർ പറയുന്നത് എന്തുവാ, അവരുടെ പേര് നിങ്ങൾ വെളിപ്പെടുത്തരുതും കാര്യങ്ങളതൊക്കെ പറഞ്ഞിട്ട്. ഇത് എന്തൊരു ലോകമാണ് ഇത്! കലികാലമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ കലികാലം എന്ന് പറഞ്ഞാൽ ഇതൊരു മൂഞ്ചി കലികാലമായി പോയി കേട്ടോ. ഉള്ള കാര്യം പറയാം. എന്തോ ചെയ്യാനാണെന്നാണ്. പിന്നെ അതിൻ്റെ അഖിൽമാരാർ പ്രശ്നം, അതെടുത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിൻ്റെ പ്രശ്നം, ഒത്തിരിയും പ്രശ്നങ്ങൾ. പിന്നെ അതിനെതിരായിട്ട് ഡിബറ്റ്, അതിന് പുറകെ ഒത്തിരിമാർ വാഴയ്ക്കാൻ തട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഒരു കൊച്ചിനെ പെങ്കൊച്ച് മേളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞ് കൊന്നു. എടി കുടലേ, എടി ഡാഷ് മോളെ, നിന്നെ ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിനക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുമോ എന്തോ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിനക്കൊരു കൊച്ചുണ്ടായി, നിനക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നു. ആ കുഞ്ഞ് ആരുടെയെങ്കിലും പേര്, നിനക്ക് വേണ്ട ആരെങ്കിലും പേര് ജീവിച്ചൂടെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീ അത് മരിച്ചു കഴിഞ്ഞിട്ടാണ് എറിഞ്ഞതെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടല്ല എന്തായാലും നിന്നെ പിടിക്കുമെന്ന് അറിയാം. ഇവിടുത്തെ പോലീസുകാർ ഉണ്ണാക്കന്മാരല്ല, പറഞ്ഞ സ്ഥലമല്ലേ, അവർ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അപ്പം നിനക്കറിയാമായിരുന്നല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. നീ എല്ലാവരും ഒഴിഞ്ഞു നീ ഒത്തിരി നമ്മൾ വാർത്ത കേൾക്കുന്ന ബാത്റൂമിൽ പ്രസവിച്ച് കുന്തം കുടച്ചക്കര, അതൊന്നും നമ്മളറിയില്ല. അവിടെ നിന്ന് 4 നില നേർഞ്ഞെന്തോ ജനിച്ച് വീണ കുഞ്ഞ് ഇഴഞ്ഞ് വന്ന് മേളിൽ കയറി നിന്ന് താഴോട്ട് വീഴോടി. പറയണമെന്ന് മനസ്സിലായി. ഇത് കൂടുതൽ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേ അതിൻ്റെ പുറകെ ഈ വാഴയ്ക്കും തെള്ളിപ്പിടിച്ചുകൊണ്ട് ഈ ചെറ്റ തെണ്ടികൾ പോകണ്ട. അവന്മാർക്ക് വേറെ കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക ചെറ്റകൾ. പറഞ്ഞ മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഒന്നും യുവമാർക്ക് വേണ്ട. കാരണം യുവമാരെ ഒന്നും അടുപ്പിക്കരുത്. ഈ തള്ളിപ്പിടിച്ചിട്ട് എന്തെങ്കിലും പറയാം. ഒരു ഡ്രൈവർ വന്ന് അവനെ പിടിച്ചിട്ട് അവൻ്റെ നെഞ്ചത്തോട്ട് കയറി എങ്ങോട്ടോ നിന്നില്ല. നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ലേ. ഇവന്മാരാണ് കേസ് അന്വേഷിക്കുന്നത്. ഇവിടെ കേരള പോലീസുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവന്മാർ. ഇമാരെ ഒരു മൈക്കും പിടിച്ചിട്ട് തെള്ളിപ്പിടിച്ചിട്ട് ഈ മൂഞ്ചന്മാരാണ് കേസ് അന്വേഷിക്കുന്നത്. ഇമാരാണ് അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ ചാനലിൽ ഇരുന്നിട്ട് നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്യുന്നു. ഇമാർക്ക് എന്തോ അധികാരം എന്തുണ്ട്? ഇമാരാണ് കേസ് അന്വേഷിച്ചത്. ഇവിടെ കോടതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് ഇവിടെ കോടതി? പറയാൻ മനസ്സിലായില്ലേ? അന്വേഷിക്കാൻ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. ഇമാരി മൈക്കും പിടിച്ചിട്ട് ഓരോന്ന് ചോദിച്ചിട്ട് ആൾക്കാരെ ഇത് ചെയ്തിട്ട് നേരത്തെ അതിനൊരു വക്കീൽ നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോച്ചയെപ്പറ്റി നല്ല രീതിയിൽ എതിരെ അഭിപ്രായം പറയുന്നുണ്ട്. എന്തിനാണ് ബോച്ചയെപ്പറ്റി അഭിപ്രായം പറയുന്നത്? അങ്ങേര് ബിസിനസ്മാനാണ്. അങ്ങേര് സ്വന്തമായിട്ട് അങ്ങേരുടെ ഒരു രീതി അങ്ങേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങേര് അത് ബുദ്ധിമാനാണ്. അങ്ങേര് ചെയ്തിട്ട് എന്നാലും അങ്ങേര് പാവത്തങ്ങൾക്ക് 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിനകത്ത് ഇത് കൊടുക്കുന്നുണ്ടെന്നേ. അതിന് നിനക്കൊക്കെ എന്താ കുഴപ്പം? എന്താ നിനക്കൊക്കെ? നീയൊക്കെ 5 രൂപയുടെ സാധനം മേടിച്ച് കൊടുക്കുന്നുണ്ടോ? ചെറ്റകൾ, മാപ്രകൾ എന്ന് പറഞ്ഞ തെണ്ടികൾ.